ഹരി, ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത്? ഈ കാർ ആക്രമിച്ചപ്പോൾ ഇഷ്ടികയടക്കം ഉപയോഗിച്ചു, കരിങ്കലടക്കം ഉപയോഗിച്ചു എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായതാണ്. അപ്പോൾ എന്താണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്? സ്മൃതി, ഏറ്റവും ഒടുവിലായി വരുന്ന വിവരങ്ങൾ ഇതാണ്. അതായത് 11 പേർ കൂടി ഈ കേസിൽ റിമാൻഡിലായിരിക്കുന്നു. ഇതോടുകൂടി 16 പ്രതികളാണ് ജയിലിലേക്ക് പോകുന്നത്. ആകെ 19 പേരാണ് ഇതുവരെ പിടിയിലായിട്ടുള്ളത്. ഇന്ന് ഒരുമിച്ച് IP ബിനു അടക്കമുള്ള 11 പേരെ കോടതിയിൽ ഹാജരാക്കി ഇവരെ റിമാൻഡിൽ വിട്ടു. ഇന്നലെ റിമാൻഡിലായ 5 പേരുടെ ജാമ്യാപേക്ഷ ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടുകൂടി പരിഗണിക്കും. ഇതിന് പ്രധാനപ്പെട്ട കാര്യം റിമാൻഡ് റിപ്പോർട്ടിൽ അതിഗുരുതരമായിട്ടുള്ള പരാമർശങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളതാണ്. വധശ്രമവും ആയുധം കൊണ്ട് ആക്രമിക്കലും അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയതിന് പിന്നാലെയാണ് ഉദ്യോഗസ്ഥരെ ചുടുകട്ട കൊണ്ട് ഇടിച്ചു കൊല്ലാനാണ് ശ്രമിച്ചത് എന്നുള്ള ഒരു പരാമർശം കൂടി ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിൽ ഉണ്ടാകുന്നത്. അതായത് ഈ പുറത്തേക്ക് ഇറങ്ങി വന്ന ED ഉദ്യോഗസ്ഥർക്ക് നേരെ കല്ലും കട്ടയും ഇഷ്ടികയും അടക്കമുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമിച്ചു. അതുകൂടാതെ വാഹനത്തിന്റെ ചില്ല് അടിച്ചു പൊട്ടിച്ച് ചുടുകട്ട കൊണ്ട് അകത്തിരുന്ന ഉദ്യോഗസ്ഥരെ ഇടിച്ചു കൊല്ലാനുള്ള ശ്രമം കൂടി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായി. ക്രിമിനൽ പശ്ചാത്തലമുള്ള ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളുള്ള പ്രതികളാണ് ഈ ആക്രമണം നടത്തിയത് എന്നുള്ളത് കൂടിയാണ് ഇതിനകത്ത് എഴുതി ചേർത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം. മാത്രമല്ല, ഇവരെ ഏതെങ്കിലും നിലയിൽ ജാമ്യത്തിൽ വിട്ടുകഴിഞ്ഞാൽ സംസ്ഥാന തലത്തിൽ തന്നെ വലിയൊരു അക്രമ പരമ്പരയ്ക്ക് കൂടി ഇവർ നേതൃത്വം നൽകും എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അങ്ങനെ സംസ്ഥാനത്തുടനീളം ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾക്ക് ഒരു ആലോചന നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പ്രതികളെ എത്രയും വേഗം പിടികൂടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പോലീസ് ഇവരുടെ അറസ്റ്റ് നടത്തിയിട്ടുള്ളത്. അറസ്റ്റ് നടപടിക്രമങ്ങളെല്ലാം ഇതിനകത്ത് പാലിച്ചിട്ടുണ്ട്. ഇനിയും പ്രതികൾ പിടിയിലാകാനുണ്ട്. കൂടുതൽ CCTV ദൃശ്യങ്ങളടക്കം ശേഖരിക്കാനുണ്ട്. പ്രതികൾ ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുക മാത്രമല്ല ചെയ്തത്. വാഹനം ഓടിച്ചിട്ടുള്ള ഡ്രൈവർ, ഈ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്ന തടയാൻ ശ്രമിച്ച CRPF ഉദ്യോഗസ്ഥർ, കേരള പോലീസിലെ ഉദ്യോഗസ്ഥർ, ഇവർക്ക് എല്ലാവർക്കും നേരെ അക്രമം വഴിച്ചുവിടുകയായിരുന്നു പ്രതികൾ ചെയ്തത്. അതിനകത്ത് ഗൂഢാലോചനയുണ്ട്. പ്രതികൾ എല്ലാവരും ഒത്തുകൂടി മണിക്കൂറുകളായി അത്തരത്തിൽ ഗൂഢാലോചനയുടെ ഭാഗമായി അവിടെ നിന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് തലപ്പത്ത് വൻതോതിലുള്ള അഴിച്ചുപണി നടക്കാൻ പോകുന്നത്. ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിലുള്ള കൂടിയാലോചനയ്ക്ക് ശേഷമായിരിക്കും ഇതിൽ അന്തിമ തീരുമാനം ഉണ്ടാവുക.